നമസ്കാരം. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളും റീലുകളും കണ്ട് അത് യഥാർത്ഥ ജനവികാരമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർക്ക് ഇന്നത്തെ ഡൽഹി ജന്തർ മന്ദറിലെ കാഴ്ച വലിയൊരു പാഠമാണ്. നീറ്റ് CBSE വിഷയങ്ങളിലെ യുവരോക്ഷം മുൻനിർത്തി സോഷ്യൽ മീഡിയയിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച CJPയുടെ ജന്തർ മന്ദറിലെ പ്രതിഷേധം ഒരു പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ്. പ്രതിഷേധം പ്രമാണിച്ച് ഡൽഹിയിലെ പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജന്തർ മന്ദറിൽ ഒരുക്കിയിരുന്നത്. വൻ പോലീസ് സന്നാഹവും ബാരിക്കേഡും നിരത്തി രാജ്യം കാതോർത്ത ഒരു വലിയ സമരമായിരിക്കും ഇതെന്ന് കരുതിയ പോലീസ് പോലും അത്ഭുതപ്പെട്ടുപോയി. കാരണം സുരക്ഷ ഒരുക്കാൻ പോലീസുകാർ കൃത്യമായി എത്തിയെങ്കിലും സമരം ചെയ്യാൻ ആളില്ലാത്ത വല്ലാത്തൊരവസ്ഥയാണ് ജന്തർ മന്ദറിൽ കാണാൻ കഴിഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് പിന്നാലെയുള്ള ഫോളോവേഴ്സിന്റെ എണ്ണത്തിന്റെ 100-ലൊന്ന് ആളുകൾ പോലും തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തയ്യാറായില്ല എന്നത് ഈ ക്യാമ്പയിന്റെ വലിയൊരു പോരായ്മയായി വ്യക്തമായിരിക്കുകയാണ്. ഇവിടെ നമ്മൾ യുവതലമുറയെ ഒട്ടും ആക്ഷേപിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തെ യുവജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. വിദ്യാർത്ഥി വിഷയങ്ങളിലെ അവരുടെ രോഷം ന്യായവുമാണ്. പക്ഷേ ഓൺലൈൻ വഴി വലിയ പ്രഖ്യാപനങ്ങളും ആഹ്വാനങ്ങളും നടത്തിയ CJPക്ക് ആ യുവജനങ്ങളെ തെരുവിൽ നേരിട്ടെത്തിക്കാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ എത്തുന്നത് കാത്ത് രാവിലെ തന്നെ വിരലിലെണ്ണാവുന്ന ചില പ്രവർത്തകർ ഒത്തുകൂടിയിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളായ മഹാരാഷ്ട്ര, UP, രാജസ്ഥാൻ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തിയെന്ന് പറയപ്പെടുമ്പോഴും ജന്തർ മന്ദറിലെ ആകെ ജനപങ്കാളിത്തം അതീവ ദയനീയമായിരുന്നു. പാർട്ടിയുടെ ചിഹ്നമണിഞ്ഞ ടീഷർട്ടും ദേശീയ പതാകയും കയ്യിലേന്തി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ പ്രതിഷേധിക്കുമെന്ന് ഇവർ മുദ്രാവാക്യം വിളിച്ചെങ്കിലും ആളില്ലാത്തതുകൊണ്ട് തന്നെ പ്രതിഷേധം അധികം നീണ്ടുപോയില്ല. സോഷ്യൽ മീഡിയയിലെ വലിയ ക്യാമ്പയിനുകൾ വെറും ഡിജിറ്റൽ ബബിൾ മാത്രമാണെന്നും അതിന് യഥാർത്ഥ ജനപിന്തുണ ഇല്ലെന്നും ഈ ഒരു പ്രതിഷേധം തെളിയിക്കുന്നുണ്ട്. സ്വന്തമായി ആളില്ലാത്തതുകൊണ്ട് മറ്റ് സംഘടനയിലെ ആളുകളെ കൂടി സമരം വലിപ്പിച്ചു കാണിക്കാൻ CJP ശ്രമിച്ചെങ്കിലും അത് വിചാരിച്ച പോലെ വിജയിച്ചില്ല. അതിനിടെ ഈ പ്രതിഷേധത്തെ എതിർത്തുകൊണ്ട് ജയ് ശ്രീറാം വിളികളുമായി മറ്റൊരു വിഭാഗം ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയതോടെ രംഗം വഷളായി. എന്നാൽ വലിയ പ്രകോപനങ്ങൾ ഉണ്ടായാൽ അത് നിലവിലെ ഈ പരാജയപ്പെട്ട സമരത്തിന് കൂടുതൽ മാധ്യമ ശ്രദ്ധയും ഊർജവും നൽകുമെന്ന് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കിയ ഡൽഹി പോലീസ് കടുത്ത നടപടികളിലേക്ക് കടന്നില്ല. എതിർപ്പ് പ്രകടിപ്പിച്ച് എത്തിയവരെ പോലീസ് ഉടൻ തന്നെ ജന്തർ മന്ദറിൽ നിന്ന് നീക്കം ചെയ്ത് ക്രമസമാധാനം ഉറപ്പാക്കി. പോലീസ് കൃത്യമായി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അവിടെ വലിയൊരു രാജ്യത്തിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് എന്നതിലുപരി കൃത്യമായ ഒരു അടിത്തറയോ ജനങ്ങളിലേക്ക് നേരിട്ടുള്ള സമ്പർക്കമോ ഇല്ലാത്ത വെറും സോഷ്യൽ മീഡിയ സ്റ്റണ്ട് മാത്രമാണിതെന്ന് ദേശീയ മാധ്യമങ്ങളിലെ വാർത്തകൾ വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്നത്. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രശ്നങ്ങൾ ഗൗരവമുള്ളതാണ്. അത് പരിഹരിക്കപ്പെടണം. പക്ഷെ അതിനെ സോഷ്യൽ മീഡിയ വഴി തങ്ങളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ നോക്കുന്ന CJP പോലെയുള്ള സംഘടനകൾക്ക് ജനങ്ങൾ നൽകിയ മറുപടിയാണ് ജന്തർ മന്ദറിലെ ഈ ഒരു ശൂന്യത. ഓൺലൈനിൽ ലൈക്കുകൾ അടിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടെന്ന് കരുതി ഒരു പാർട്ടിക്കും തെരുവിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയില്ല. ശക്തമായ ഒരു സംഘടനാ സംവിധാനവും ജനകീയ അടിത്തറയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാകൂ എന്നാണ് ഈ ജന്തർ മന്ദർ സമരം അടിവരയിടുന്നത്. പ്രഖ്യാപനങ്ങൾ വാനോളവും പങ്കാളിത്തത്തിൽ ശോചനീയ അവസ്ഥയുമായിരുന്ന CJPയുടെ ഇന്നത്തെ ക്യാമ്പയിൻ ഒരു കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ കണ്ട് ജന്തർ മന്ദറിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഇറങ്ങിയ CJPയുടെ പ്രതിഷേധം വമ്പൻ പരാജയമായി മാറിയിരിക്കുകയാണ്. കനത്ത സുരക്ഷ ഒരുക്കി ഡൽഹി പോലീസ് കാത്തുനിന്നെങ്കിലും പ്രതിഷേധിക്കാൻ തെരുവിൽ ആളില്ലാത്ത വല്ലാത്തൊരു ഗതികേടാണ് ഇന്ന് ജന്തർ മന്ദറിൽ കണ്ടത്. പാവം യുവതലമുറയെ ഓൺലൈൻ വഴി പ്രകോപിപ്പിച്ച് തെരുവിലിറക്കാൻ നോക്കിയ CJPയുടെ ഈ ഒരു ഡിജിറ്റൽ ക്യാമ്പയിൻ വെറുമൊരു പരാജയ നാടകമായി മാത്രം ഒതുങ്ങി. SFI നേതാവ് ഐഷി ഘോഷ് അടക്കമുള്ളവർ പിന്താങ്ങാനായി വന്നിട്ടും ഈ സമരത്തിന് ജനപിന്തുണ നേടാൻ കഴിഞ്ഞില്ല. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ ഒരിക്കലും യഥാർത്ഥ വോട്ടുകളോ ജനവികാരമോ ആകില്ലെന്ന് ഈ പാർട്ടിയുടെ ആളില്ലാ സമരം തെളിയിച്ചു കഴിഞ്ഞു.